ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ടീമുകളെല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി IPL വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ സ്ക്വാഡ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നേരത്തെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKR ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോ സീരീസിലെ രണ്ടാം ഭാഗവുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. രണ്ടാം എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ക്വാഡ് അനാലിസിസ് വീഡിയോ സീരീസാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും. നേരത്തെ ടീമുകളുടെ സ്കോഡ് റേറ്റിംഗ് വീഡിയോ ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. അതുപോലെ തന്നെ സ്ക്വാഡ് അനാലിസിസും വളരെ മികച്ച ഒരു സ്ക്വാഡാണ്, ഒരു ഗുഡ് ലുക്കിംഗ് സ്ക്വാഡാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് കൈവശമുള്ളത്. സോ ക്യാപ്റ്റനായി രണ്ടാം വരവ് വരുന്ന ഹാർദിക് പാണ്ഡ്യയുടെ സംഘം ഇത്തവണ കടലാസിൽ കരുത്തർ തന്നെയാണ്. വളരെ മികച്ച ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കോറാണ് ഇത്തവണ മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. അത് നമ്മൾ റിട്ടേൺസിലും കണ്ട കാര്യം തന്നെയായിരുന്നു. ഹിറ്റ്മാനും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ അടങ്ങുന്ന അവരുടെ ജസ്പ്രീത് ബുംറ ഒക്കെ അടങ്ങുന്ന മുംബൈ ഇന്ത്യൻസിന് ആ ഒരു ഇന്ത്യൻ കോർ ഇത്തവണ വളരെ കരുത്തുറ്റത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ഓപ്ഷനിലൂടെ അത്യാവശ്യം മികച്ച പ്ലെയേഴ്സിനെ കൊണ്ടുവരാനും മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട്. സോ മുംബൈയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ട്രെന്റ് ബോൾട്ട്, നമൻ ധിർ, റോബിൻ മിൻസ്, കരൺ ശർമ്മ, ദീപക് ചഹാർ, റയാൻ റിക്കിൾട്ടൺ, അല ഗസൻഫാർ, വിൽ ജാക്സ്, അശ്വനി കുമാർ, മിച്ചൽ സാന്റനർ, റീസ് ടോപ്ലി, KL ശ്രീജിത്ത്, രാജ് ബവ, ബവൻ ജേക്കബ്സ്, വെങ്കട പ്രൈമറ്റ്സ, അർജുൻ ടെണ്ടുൽക്കർ, ലിസാർഡ് വില്യംസ്, വിഘ്നേഷ് പുത്തൂർ തുടങ്ങി 23 പ്ലെയേഴ്സാണ് നിലവിൽ മുംബൈ ഇന്ത്യൻസിന് സ്കോഡിൽ ഉള്ളത്. സോ മുംബൈയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഒരു സ്ട്രോങ് ഇന്ത്യൻ കോർ തന്നെയാണ്. നമുക്കറിയാം ബുംറയും ഹാർദിക് പാണ്ഡ്യ, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ഹിറ്റ്മാനും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ അടങ്ങുന്ന മുംബൈയുടെ ഇന്ത്യൻ പ്ലെയേഴ്സ് അവർ റീറ്റെയിൻ ചെയ്ത ആ ഒരു ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കോർ വളരെ കരുത്തുറ്റത് തന്നെയാണ്. അതോടൊപ്പം ഇത്തവണ കഴിഞ്ഞ സീസണടക്കം മുംബൈയുടെ അല്ലെങ്കിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും നിഴലിച്ചിരുന്ന ഒരു പോരായ്മയായിരുന്നു അവരുടെ സ്പിൻ ബൗളേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റി സ്പിന്നേഴ്സിൻ്റെ അഭാവം. സോ പീയൂഷ് ചൗളയെ മാത്രം ആശ്രയിച്ചിരുന്ന മുംബൈക്ക് ഇത്തവണ പക്ഷേ ഒരുപാട് വേരിയസ് സ്പിൻ ഓപ്ഷൻസ് അവരുടെ സ്കോഡിലുണ്ട്. അത് അവരെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. നമുക്കറിയാം മിച്ചൽ സാന്റനറുണ്ട്, അതോടൊപ്പം തന്നെ കരൺ ശർമ്മയുടെ എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബൗളർ, ഒപ്പം അഫ്ഗാനിസ്ഥാൻ്റെ യങ് ടാലൻ്റ് ആയിട്ടുള്ള അല ഗസൻഫാറും ഇപ്പോൾ ഇത്തവണ മുംബൈ സ്കോഡിൽ വന്നുപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൺ പേസ് അറ്റാക്കാണ് ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട് സഖ്യം വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. 2020 മുംബൈ ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ അവിടെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോംബോ വരുന്ന ബോൾട്ടും ബുംറയും വീണ്ടും മുംബൈ ജേഴ്സിയിൽ ഒരുമിക്കാൻ പോവുകയാണ് ഇരുവർക്കും. അപ്പം ദീപക് ചഹാറും കൂടി എത്തുന്നതോടുകൂടി മുംബൈയുടെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് കരുത്തുറ്റതാണ്. അതോടൊപ്പം തന്നെ റീസ് ടോപ്പിൽ ഇംഗ്ലീഷ് പേസറും ലിസാർഡ് വില്യംസും സൗത്ത് ആഫ്രിക്കൻ യങ്സ്റ്ററും കൂടി എത്തുമ്പോൾ മുംബൈയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചത് തന്നെയാണ്. അതോടൊപ്പം ഇത്തവണ മുംബൈ ടീം ഒപ്പിച്ച് തിരികെ കൊണ്ടുവന്ന നമൻ ധിർ, നിലവിൽ സയ്യിദ് മുഷ്താഖ് ട്രോഫിയടക്കം വളരെ മികച്ച പ്രകടനമാണ് നമൻ ധിർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു യങ് ഇന്ത്യൻ താരത്തിൻ്റെ പ്രകടനം മുംബൈ ബാറ്റിങ്ങിൽ അതിനിർണായകമായി മാറിയേക്കും. ഒപ്പം വിൽ ജാക്സ് ഇത്തവണ ടിം ഡേവിഡിന് പകരം മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിൽ ജാക്സും ഇത്തവണ മുംബൈയുടെ ആ ഒരു പ്രകടനത്തിൽ അതിനിർണായക ഒരു കീ ഫാക്ടറായി മാറിയേക്കും. ഇനി മുംബൈയുടെ വീക്ക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ. അവിടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ഒത്ത പകരക്കാരനെ കണ്ടെത്താൻ മുംബൈക്ക് സാധിച്ചിട്ടില്ല. സോ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ മുംബൈക്ക് അവൈലബിൾ ആണ്. അത് മുംബൈയെ സംബന്ധിച്ച് ഒരു അല്പം പോരായ്മ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തവണ അവർക്ക് ഓവർസീസ് സ്കോഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ സ്കോഡിലുള്ള ഓവർസീസ് പ്ലെയേഴ്സിൽ 3 പ്ലെയേഴ്സ് ഇത്തവണ IPL പുതുതായി വരിക, അല്ലെങ്കിൽ IPL കണ്ടീഷൻ ഇന്ത്യൻ കണ്ടീഷനുമായി ഇതുവരെ കളിക്കുക അല്ലെങ്കിൽ പരിചയപ്പെടാത്ത 3 പുതിയ ഓവർസീസ് പ്ലെയേഴ്സാണ് ഇത്തവണ അവരുടെ സ്കോഡിലേക്ക് വരും. സോ അത് അവരെ സംബന്ധിച്ച് ഒരു അല്പം പോരായ്മ തന്നെയായിരിക്കും. കാരണം ഓവർസീസ് പ്ലെയേഴ്സിൽ അല്പം ഇൻഎക്സ്പീരിയൻസ് ഉള്ളത് മുംബൈയെ സംബന്ധിച്ച് ഒരു അല്പം തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ പ്ലെയേഴ്സായിട്ട് റയാൻ റിക്കിൾട്ടൺ, ലിസാർഡ് വില്യംസ് എന്നിവർക്കൊപ്പം അല ഗസൻഫാർ ഉണ്ട്, ബവൻ ജേക്കബ്സ് തുടങ്ങിയ താരങ്ങൾ ഇത്തവണ അവരുടെ സ്കോഡിലേക്ക് പുതുതായി വന്ന ഈ ഓവർസീസ് പ്ലെയേഴ്സ്, ഈ 4 പ്ലെയേഴ്സും ഇന്ത്യൻ കണ്ടീഷനിൽ അധികം മത്സര പരിചയം ഇല്ലാത്തതാണ്. IPL പുതുതായി കളിക്കാൻ വരുന്ന പ്ലെയേഴ്സാണ്. സോ ഈ 4 താരങ്ങളുടെ ആ ഒരു ഇൻഎക്സ്പീരിയൻസ് ഒരു പക്ഷേ മുംബൈക്ക് അല്പം ഒരു തിരിച്ചടിയായി മാറിയേക്കും. ഇനി മുംബൈയുടെ ഒരു സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം ഇത്തവണ ഇഷാൻ കിഷന് പകരം വിൽ ജാക്സ് ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്താൻ പോകുന്നത്. സൂര്യകുമാർ യാദവ് 3ാം നമ്പറിൽ എത്തുമ്പോൾ 4ാം നമ്പറിൽ തിലക് വർമ്മയും 5ാം നമ്പറിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും എത്തിയേക്കും. നമൻ ധിർ ഇത്തവണ ടീം ഉപയോഗിച്ച് തിരികെ കൊണ്ടുവന്ന നമൻ ധിർ ഇത്തവണ മുംബൈയുടെ പ്ലേയിങ് ലെവലിൽ ഒരു കീ ഫാക്ടറായി മാറിയേക്കും. അതോടൊപ്പം തന്നെ റോബിൻ മിൻസ് വിക്കറ്റ് കീപ്പറായി ഇത്തവണ ഇഷാൻ കിഷന് പകരം മുംബൈ സ്കോഡിൽ എത്താൻ പോകുന്നത് യുവതാരമായിട്ടുള്ള റോബിൻ മിൻസ് ആയിരിക്കും. ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ, ജസ്പ്രീത് ബുംറ ആ ഒരു പേസ് ട്രയോ ഉണ്ടായിരിക്കും. 2 സ്പിന്നർമാരായിട്ട് അല ഗസൻഫാറും ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള മിച്ചൽ സാന്റനറും ടീമിൽ ഇടം നേടിയും.
ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കരൺ ശർമ്മയും അല്ലെങ്കിൽ റയാൻ റിക്കൾട്ടനെയും പ്രതീക്ഷിക്കാം. സോ ഇതാണ് മുംബൈയുടെ ഒരു കംപ്ലീറ്റ് സ്ക്വാഡ് അനാലിസിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.